പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഉടൻ ഇറക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. അന്വേഷണം വൈകുന്നത് നീതിയെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നാലേ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയൂ എന്ന് CBI കോടതിയെ അറിയിച്ചു. CBI അന്വേഷണം വൈകുന്നതിനെതിരെ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ ഇടപെടൽ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു, വിശദാംശങ്ങൾ. സൈഫു, സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വേദന കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ എത്രയും വേഗം ഈ CBI അന്വേഷണം പുറപ്പെടുവിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കണം എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അടുത്ത ചൊവ്വാഴ്ചയിലേക്ക് ഈ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ കേസ് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. അന്നേ ദിവസം ഈ CBI അന്വേഷണം ഉത്തരവിട്ടുകൊണ്ട് ഇറക്കിയിട്ടുള്ള വിജ്ഞാപനം കൂടി ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ രേഖകൾ കൈമാറുന്നതിൽ ഉൾപ്പെടെ കാലതാമസം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കോടതി ഒരു വ്യക്തത വരുത്താൻ സർക്കാരിനോട് ഇന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് കൃത്യമായി തന്നെ കഴിഞ്ഞ മാസം 26-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏകദേശം ദിവസങ്ങളോളം അതിന്റെ കാലയളവ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. 2 മാസത്തോളം ഇതിൽ ഒരു കാലതാമസം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം സിദ്ധാർത്ഥന്റെ അച്ഛൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് അത്തരത്തിൽ കാലതാമസം വന്നത് എന്നുള്ളതാണ് പ്രധാനമായും കോടതി ചോദിച്ചിട്ടുള്ളത്. CBI അന്വേഷണം ഇനി കൂടുതൽ വൈകിക്കഴിഞ്ഞാൽ അത് അന്വേഷണത്തെ ബാധിക്കും, ഒപ്പം തന്നെ നീതി നിഷേധത്തിന് കാരണമാകുമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വിഷമം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് ആ വിജ്ഞാപനം കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ക്ലറിക്കൽ വിജ്ഞാപനം ഇറക്കുക അല്ലെങ്കിൽ CBIക്ക് അന്വേഷണം കൈമാറിക്കൊണ്ട് ഉത്തരവിറക്കിയ സർക്കാരിനെ കോടതി അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഏതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് ക്ലറിക്കൽ ജോലിയാണ്, അതിൽ കാലതാമസം ഉണ്ടായാൽ തന്നെ അതിലുൾപ്പെടെ സർക്കാരിന്റെ ഒരു മേൽനോട്ടം ആവശ്യമാണ്. എന്തുകൊണ്ട് ആ മേൽനോട്ടം ഉണ്ടായില്ല എന്നുള്ളതാണ് കോടതി പ്രധാനമായും ചോദിച്ചിട്ടുള്ളത്. അതിന് ഉത്തരവാദി ആരാണ് എന്ന് കണ്ടെത്തിയോ എന്നുള്ള ഒരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഷമം കൂടി മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ട് എത്രയും വേഗം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ആവശ്യവും അതുതന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ പോലീസ് അന്വേഷണം നിലച്ച ഒരു അവസ്ഥയുണ്ട്, ഒപ്പം CBI അന്വേഷണം ഏറ്റെടുത്തിട്ടുമില്ല. ഈ ഒരു കാരണം തന്നെ മതി ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കുവാൻ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് കോടതി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് എത്രയും വേഗത്തിൽ ഇതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI വിജ്ഞാപനം, അതായത് CBI അന്വേഷണം വേഗം ആരംഭിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ഷംന അശോക്.